18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നതിന് ശേഷം ആദ്യമായി CPM പോളിറ്റ് ബ്യൂറോ യോഗം 9-ാം തീയതി ഡൽഹിയിൽ ചേരുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. ഭരണഘടനയും റിപ്പബ്ലിക്കിന്റെയും മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവവും നിലനിർത്താൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നാണ് യോഗം വിലയിരുത്തിയത്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തനിച്ച് ഭൂരിപക്ഷമുണ്ടായിരുന്ന BJPക്ക് ഇക്കുറി അത്ര വലിയ ഭൂരിപക്ഷം നേടാനായില്ല. 2019-ൽ 303 സീറ്റ് നേടിയ BJP കേവലം 240 സീറ്റ് നേടാനേ ഇക്കുറി സാധിച്ചുള്ളൂ. 21% കുറവാണ് സീറ്റിലുണ്ടായത്. NDAയും ഇന്ത്യ കൂട്ടായ്മയും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം എന്ന് പറയുന്നത് 58 ആണെങ്കിലും ലഭിച്ച വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം അത് 1.62%. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ CPM ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്നത് തീർത്തും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ ഇവിടെ 18 സീറ്റ് നേടി മുൻ വിജയം ആവർത്തിച്ച UDFനും ആദ്യമായി ലോക്സഭയിലേക്ക് സീറ്റ് നേടിയ BJPക്കും വിജയം ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. പരസ്പര കലഹമാണ് പ്രധാനമായുള്ള കാരണം. വോട്ട് കച്ചവടവും അവസരവാദ കൂട്ടുകെട്ടും വഴി 18 സീറ്റ് നേടിയപ്പോഴും തൃശൂർ മുൻ KPCC അധ്യക്ഷനും മന്ത്രിയുമായ K മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതും അവിടെ BJP കന്നി വിജയം നേടിയതുമാണ് UDF വിജയത്തിന് മങ്ങലേൽപ്പിച്ചത്. സിറ്റിംഗ് MP ആയ പ്രതാപിനെ മാറ്റി അവസാന നിമിഷത്തിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹത്തെ തോൽപ്പിക്കാനും മറിച്ച് BJPയെ ജയിപ്പിക്കാനുമുള്ള തന്ത്രമായിരുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് CPM വിമർശിച്ചിരുന്നു. BJPയുടെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിച്ചുവെന്നും പ്രത്യേകിച്ചും തൃശൂരിലെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 84,965 വോട്ട് കുറഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് 74,686 വോട്ടുകൾ ഭൂരിപക്ഷത്തിന് വിജയിക്കാനായി എന്നത് ശ്രദ്ധേയമാണ്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വോട്ട് ചോർച്ച കോൺഗ്രസിൽ സംഭവിച്ചു എന്നാണ്. മാത്രമല്ല തൃശൂരിൽ UDF വോട്ട് BJPക്ക് പോയെന്ന് UDF കൺവീനർ തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ DCC പ്രസിഡന്റ്, ജില്ലാ UDF കൺവീനർ എന്നിവരുടെ രാജി വാങ്ങി മറച്ചുവെക്കാവുന്ന വോട്ട് കച്ചവടമല്ല തൃശൂരിൽ നടന്നത് എന്ന് സാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വിചിത്ര സംഭവം കൂടി നടന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ താൻ കേരള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞ KC വേണുഗോപാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മാത്രമല്ല അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. KC വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. KC വേണുഗോപാൽ അടക്കം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാംഗങ്ങളുടെ സീറ്റുകളിലേക്ക് വൈകാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യും. 10 രാജ്യസഭാംഗങ്ങളുടെ ഒഴിവാണ് നിലവിലുള്ളത്. രാജസ്ഥാനിൽ നിന്ന് 2020-ൽ രാജ്യസഭയിലെത്തിയ വേണുഗോപാലിന് 2026 ജൂൺ വരെ കാലാവധിയുണ്ട്. ഇനി ഈ സീറ്റിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്നയാൾക്ക് 2026 ജൂൺ വരെ MP-യുമായി തുടരാം. നിയമസഭയിലെ നിലവിലെ കക്ഷിനില വെച്ച് BJPക്ക് അനായാസം ഈ സീറ്റ് പിടിച്ചെടുക്കാനുമാകും എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാമാഖ്യ പ്രസാദ ദാസ, സർബാനന്ദ സോനോവാൾ, നിസ ഭാരതി, വിവേക് താക്കൂർ, ദിവേന്ദ്ര സിംഗ് ഹൂഡ, ജ്യോതിരാദിത്യ സിന്ധ്യ, ഉദയം രാജെ ബോൺസിലെ, പീയൂഷ് ഗോയൽ, കുമാർ ദേബ് എന്നിവരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മറ്റ് രാജ്യസഭാംഗങ്ങൾ. ഹരിയാനയിൽ ഹൂഡയുടെ സീറ്റിലും BJPക്ക് വിജയിക്കാനാകും. ലോക്സഭയിലേക്ക് വിജയിച്ച മറ്റ് 7 രാജ്യസഭാംഗങ്ങളും BJPയിൽ തന്നെ തുടരുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ഈ സീറ്റുകളെല്ലാം BJPക്ക് നിലനിർത്താനാകും. KC വേണുഗോപാലിന്റെയും ഹൂഡയുടെയും സീറ്റിൽ ജയിക്കുന്നതോടെ രാജ്യസഭയിൽ BJPക്ക് 2 സീറ്റുകൾ അധികമായി ലഭിക്കും. ഇതോടെ രാജ്യസഭയിൽ BJPയുടെ അംഗബലം 92-ആയും NDAയുടേത് 115-ആയും ഉയരും. കോൺഗ്രസിന്റെ അംഗബലം 27-ൽ നിന്ന് 25-ലേക്ക് ചുരുങ്ങും. ഇത്തരത്തിൽ രാജ്യസഭയിൽ BJPക്ക് നേട്ടമൊരുക്കി കൊടുത്തത് KC വേണുഗോപാൽ ആണെന്നുള്ളത് ഇതോടെ വ്യക്തമാവുകയാണ്. KC വേണുഗോപാൽ ആലപ്പുഴ സീറ്റിൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ് നിലനിർത്താനായേനെ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ KC വേണുഗോപാൽ മത്സരിക്കരുത് എന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതാണ്. എന്നാൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും KC വേണുഗോപാലും ആ അഭിപ്രായങ്ങളെ നിരസിക്കുകയായിരുന്നു.